ഗൈസ്, അപ്പം നമ്മളിതാ വന്നേക്കുന്നത് 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ടാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓഫ് റോഡിങ് ആണ്. നല്ല വലിയ വലിയ കല്ലുകളുടെ മുകളിൽ കൂടെയാണ് വരുന്നത്. ഇങ്ങനത്തെ റോഡാണ് കേട്ടോ. ഒരു 7 കിലോമീറ്റർ ഉണ്ടായിരുന്നു നമുക്ക്. ഇങ്ങനെ തന്നെയുള്ള 7 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്താണ് അതിൻ്റെ മുകളിലെത്തിയത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഗൈസ്, നമ്മൾ ഇവിടാണ് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വന്നേക്കാണ്. ഗൈസ്, അടിപൊളി വ്യൂ ആണ് കേട്ടോ. ശരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ. നല്ല അടിപൊളി കോടയുണ്ട്. പിന്നെ ചെറുതായിട്ടൊരു വാട്ടറി എഫക്റ്റ് ഉണ്ട് കേട്ടോ. അവിടെ അടിപൊളി വ്യൂ. കണ്ട ഗൈസ്, മുകളിലൊക്കെ നല്ല കോടയാണ്. കോടമഞ്ഞ് നല്ല രസമുണ്ട്. ശരിക്കും വൺസ് വാച്ച് ചെയ്യേണ്ട സംഭവമാണ്. ഇത് ട്രീ ടോപ്പ് വ്യൂ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആർച്ചറി, റൈഫിള് അതെല്ലാം കളിക്കാൻ പോയി. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നിട്ട് ഒരു ബ്രെഡ് ഓംലേറ്റ് കഴിച്ചു. അപ്പം നമ്മൾ ഫുൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ ചൂരൽമലയിലേക്ക് പോവാണ് കേട്ടോ. അവിടുത്തെ ആ ഒരു സംഭവങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അതോടെ കഴിഞ്ഞ് നമ്മൾ ഫുഡും വാങ്ങിച്ചിട്ട് പിന്നെ റിസോർട്ടിലേക്ക് പോകാമെന്നാണ് ഇപ്പോൾ ഉള്ള തീരുമാനം. അറിയില്ല, മാറുമായിരിക്കും. ഇപ്പം നമ്മൾ നേരെ ചൂരൽമലയിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്, അറിയത്തില്ല. നമുക്ക് പോയി നോക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചൂരൽമലയിൽ അവർ യുദ്ധകാലാടിസ്ഥാനത്തിലുണ്ടാക്കിയ പാലം. അപ്പം ആ കാണുന്നതാണ് കേട്ടോ സ്കൂള്. അതിൻ്റെ കുറേ ഭാഗങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ ആ കാണുന്നത് ചെറിയൊരു ഓടുചാലത്ത് പോലത്തെ സംഭവമായിരുന്നു. ഇപ്പം അതുവഴി വെള്ളം ഉണ്ട്, ചെറുതായിട്ടേ ഉള്ളൂ. എന്നാലും നമ്മൾ വന്നപ്പോഴത്തേക്കും ഒരു 6 മണി ആയിട്ടുണ്ടായിരുന്നു സമയം. അത് കാരണം കൊണ്ട് നമ്മളോട് വേഗം കണ്ടിട്ട് ഇറങ്ങാനാണ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വേഗം കണ്ടിട്ട് ഇറങ്ങാനായിട്ട് പോവാണ് കേട്ടോ. ഗൈസ്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ മരിച്ചവരെല്ലാവരുടെയും ഫോട്ടോസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.